ഹായ് ഓൾ, റെയിൻബോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തളർന്നുപോയി എന്ന് തോന്നുന്നുണ്ടോ? ഒരു ദിവസമല്ല, ദിവസങ്ങളായി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് വീക്ക്നെസ് അല്ല, ടയേർഡാണ്. ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. അമ്മയായി, വൈഫായി, ഡോട്ടറായി, അങ്ങനെ ചിലപ്പോൾ എംപ്ലോയി ആയി നമ്മൾ പലരും ഡെയിലി ഓരോ റോളുകളാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയാൽ രാത്രി വരെ ഉറങ്ങുന്നത് വരെ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊരു സമയം വരും, ഞാൻ എന്താ ഇത്ര ടയേർഡാകുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. സ്ത്രീകൾ തളർന്നു പോകുന്നതിന് 3 കാരണങ്ങളുണ്ട്. അത് പറയുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു. റെയിൻബോ വേൾഡ് എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചുമുള്ള വീഡിയോസാണ്. അപ്പം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നോടൊപ്പം കൂടിക്കോളൂ. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായി ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഒന്നാമത്തെ പോയിൻ്റാണ് റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ. കണ്ടിന്യൂസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പറയും റെസ്റ്റ് കിട്ടുന്നുണ്ട് എന്ന്, രാത്രി ഉറങ്ങുന്നുണ്ട്, പകൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിന് റെസ്റ്റ് കിട്ടാറുണ്ടോ? കിടന്നാലും ചിന്തകൾ നടക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുന്നു. ചിലപ്പം നാളെ എന്ത് കറി വെക്കും, ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, വൈകിട്ട് ചായക്ക് എന്ത് കൊടുക്കും, അല്ലെങ്കിൽ രാവിലെ ചായക്ക് എന്തുണ്ടാക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാർ ചിന്തിച്ചു കൂട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലേസിനെസ് അല്ല. ഒരു നിമിഷം ചിന്തകൾ നിർത്തുന്ന സമയമാണ് നമുക്ക് റെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ചിന്തകളില്ലാതെ സൈലൻസ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്തെയാണ് പൂർണ്ണമായിട്ട് നമുക്ക് റെസ്റ്റായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇത് പലപ്പോഴും എല്ലാവർക്കും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് റെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ടും തളർന്നു പോകുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചിന്തകളും കൂടെ അങ്ങ് ഒഴിവാക്കി നിർത്തണം. കുറച്ച് സമയം ഓടുകൂടി ഇരിക്കാം. സൈലൻ്റായിട്ട് നമ്മളുടെ ചിന്തകളെ നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാം. അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റ് കിട്ടുന്നു എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത് കേട്ടോ. അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് കണ്ടിന്യൂസ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ, ഇന്ന് എനിക്ക് ഓഫാണ്? അങ്ങനെ നമ്മൾ ആരോടെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. അതായത് നമ്മളെവിടെയെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ആഴ്ചയിൽ ഒരു ദിവസം ഓഫുണ്ട് അല്ലേ? നമ്മൾ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലോ, ഇന്ന് എനിക്ക് ഓഫാണേ, ഇന്ന് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലേ എന്ന് നമ്മൾ പറയുമോ? പറയാൻ പറ്റത്തില്ല. അമ്മയാണെങ്കിൽ അമ്മ തന്നെയാണ്, വൈഫാണെങ്കിലോ വൈഫ് തന്നെയാണ്. ഓഫീസിൽ പോയാൽ നമ്മൾ എംപ്ലോയിയാണ്, എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയാലോ കെയർ ഗീവറാണ്. റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യണം, കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് പറയുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കുന്നില്ല, നമുക്ക് റെസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നത് ഇങ്ങനത്തെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ പോകുമ്പോഴാണ്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയാലോ അപ്പോഴത്തേക്കൊരു കോൾ വരും, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റെസ്റ്റിൻ്റെ കാര്യം നമ്മളങ്ങ് മറന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ടയേർഡ് ആകുന്നുണ്ടല്ലേ? പക്ഷെ ആരും അത് നോട്ടീസ് ചെയ്യാറില്ല. കാരണം എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് മാനേജ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ആരും എനിക്കിങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എന്ന് നമ്മളാരും എന്താ പറയണ്ടേ, അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് റെസ്റ്റ് എടുക്കണം തോന്നുമ്പം കൃത്യമായിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അടുത്ത പണിക്ക് പോയാൽ മതി. മനസ്സിലായോ? അത് നമ്മളുടെ ലൈഫിന് നമ്മൾ, അതായത് ഞാൻ എന്ന വ്യക്തി എൻ്റെ ലൈഫിനൊരു പ്രയോറിറ്റി കൊടുക്കണം, എനിക്കൊരു പ്രയോറിറ്റി തരണം. എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് മുമ്പോട്ട് പോവുള്ളൂ. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നാലാണ് നമ്മുടെ ഫാമിലിയെ നമുക്ക് കൃത്യമായിട്ടും കെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കണം. എൻ്റെ ഹെൽത്തിന്, അല്ലെങ്കിൽ ഞാൻ പ്രയോറിറ്റി കൊടുത്താലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോവുകയുള്ളൂ എന്നൊരു വലിയ സത്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി.
നെക്സ്റ്റ് പോയിൻ്റാണ് ഇമോഷണൽ സപ്പോർട്ടിൻ്റെ കുറവ്. ഫിസിക്കൽ ഹെൽപ്പ് കിട്ടുന്നതിന് നമ്മൾ താങ്ക്ഫുള്ളാണ്. പക്ഷെ ഒരു ചോദ്യം, നിങ്ങൾക്ക് സുഖമാണോ? അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും നീ ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നൊക്കെ ആയാലും ചോദിക്കാറുണ്ടോ? എൻ്റെ ഹെൽപ്പ് നിനക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? സ്ത്രീകൾക്ക് പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് കിട്ടുമായിരിക്കും, പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് അത് കിട്ടാറില്ല. ആരും പറയാറുമില്ല, നിങ്ങൾ ഇത്രയും ചെയ്തത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ചെയ്തല്ലോ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ വേദന, നമ്മൾ ആരോടെങ്കിലും നമുക്കൊരു വേദന ഉണ്ടെങ്കിൽ, നമുക്കൊരു വിഷമം ഉണ്ടെന്ന് പറയാൻ തുടങ്ങിയാൽ അത് ആരെങ്കിലും കേട്ട് നിൽക്കാറുണ്ടോ? എനിക്കില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പറയും ഇതെല്ലാവരും സഹിക്കുന്നതല്ലേ. ഇപ്പോൾ കേൾക്കുകയാണെങ്കിൽ തന്നെ അവരെന്ത് പറയും, ഇതെല്ലാവരും സഹിക്കുന്നതല്ലേ, ഇത് നിനക്ക് മാത്രമല്ലല്ലോ എന്ന് പറയുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു സംശയം വേണ്ട, ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈലൻ്റ് ആവും. കാരണം നമ്മുടെ കാര്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞാലും അതിന് പ്രത്യേകിച്ച് ഒരു റിപ്ലൈ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തന്നെ അങ്ങ് ബ്ലെയിം ചെയ്യും. ഞാൻ വീക്കാണോ? അല്ലെങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ? ഇതെന്താണ്, എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കെന്തുകൊണ്ട് പറ്റുന്നില്ല? എനിക്കെന്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല? എന്തേ എനിക്കിത് പറ്റാത്തത്? അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ വീക്കല്ല, നമ്മളും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മളൊരു മനുഷ്യനാണ്. തളർച്ച അത് എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു സൈനാണ്. എന്തിൻ്റെ സൈനാണ്? നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും പറയുന്നൊരു മെസ്സേജാണ്. അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എന്താണ് അവർ പറയുന്നത്? ഞാൻ ഓൾറെഡി ടയേർഡാണ്, ഇന്ന് ഇത്രയും മതി, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. നമ്മളത് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും പാടില്ല. ഇതിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇമോഷണൽ സപ്പോർട്ട് പൊതുവേ എല്ലാവർക്കും കുറവായിരിക്കും. പക്ഷേ അവർ സപ്പോർട്ട് ചെയ്തില്ല, ഇവർ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൂടി സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? റെസ്റ്റ് എടുക്കണോ? റെസ്റ്റ് എടുത്തോളൂ. വേറൊരാളെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവരുടെ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ വീക്കല്ല, നിങ്ങൾ ടയേർഡാണ്. നമുക്കത് ശരിയാക്കാം. ഈ സമയം വരെ ഞാൻ സംസാരിച്ചത് ചെറിയൊരു കാര്യമല്ല, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. രാപകലില്ലാതെ ഓടുന്ന എല്ലാവരും അവരവർക്ക് വേണ്ട റെസ്റ്റും കെയറും ഒക്കെ എടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. താങ്ക് യു ഓൾ, ടേക്ക് കെയർ. പിന്നൊരു കാര്യം മറന്നു, നിങ്ങൾ ഈ വീഡിയോ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒരു സബ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.